ഹലോ ഹായ് ദിസ് ഇസ് മീ സാത്താൻ. നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്സരേച്ചിയുടെ ഹസ്ബൻഡ് ആൽബി ചേട്ടൻ 2 ദിവസം മുന്നേ ആണെങ്കിൽ ഒറിജിനൽസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിനകത്ത് അഖിലേട്ടൻ തൊടുത്തു വിട്ടിട്ടുള്ള ആ ഒരു കോൺട്രവേഴ്സികളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അഖിലേട്ടനെതിരെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അഖിലേട്ടൻ തിരിച്ചിട്ട് ആൽബി ചേട്ടനെ വിളിച്ചിട്ട് നല്ല പൂര തെറിവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആ ഒരു വോയിസ് ക്ലിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. അതിന് മുന്നേ ആൽബി ചേട്ടൻ എന്താണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. എനിക്ക് അഖിലിൻ്റെ അടുത്ത് പറയാനുള്ളത്, അഖിൽമാരാർ കണ്ണു കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ, അങ്ങനെ ആ രീതിയിലാണ് പറയുന്നത്. അഖിൽമാരാർ വിന്നറായ ഒരാളാണ്. ഇത് നല്ല കോൺട്രവേഴ്സി ഒന്നും എനിക്ക് അറിയാം, ഉറപ്പായിട്ട് ഞാൻ പറയാം. എനിക്ക് അഖിലിൻ്റെ മൂത്തൊക്കെ പറയാനുള്ള കാര്യം, പക്ഷേ അവൻ്റെ അടുത്ത് പോകാനുള്ള കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഒന്നുകിൽ നമ്മൾ പറയാണ് ഒരു നാട്ടിലല്ല, ഇപ്പോൾ തിരുവനന്തപുരത്ത് എല്ലാ സ്ത്രീകളും മോശക്കാരാണ്, അതിൽ മോശക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ പറയാനുള്ള തൻ്റെ ഇടം എനിക്ക് വേണം, അതിനുള്ള നട്ടല് വേണം. പലപ്പോഴും അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഒന്ന് വേണം. രണ്ട്, അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു കാര്യം, ബിഗ് ബോസിൽ പോകുന്ന പല പെൺകുട്ടികളും അവിടെ പോയി 2 പെൺകുട്ടികൾ ഏതോ പോയെന്ന് പറഞ്ഞു. അത് ആരാന്ന് കൃത്യമായിട്ട് പറയാൻ അഖിലിന് പറ്റണം. അല്ലെങ്കിൽ അഖിൽ ചെയ്യേണ്ടത് എന്താണ്? അഖിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പറയാൻ പറ്റില്ലെങ്കിൽ ഇത് പറയരുത്, അല്ലെങ്കിൽ തെളിവ് വേണം. എനിക്ക് ആരെയും പേടിയില്ല, അത് ഞാൻ ഏത് കോടതിയിലും പറയുമെന്നൊക്കെ പറഞ്ഞ് വലിയ നാക്കിട്ട് ഇളക്കുന്ന അഖിലിനോട് എനിക്ക് പറയാനുള്ളത്, ചങ്കൂറ്റുണ്ടെങ്കിൽ അഖിലെ തുറന്ന് പറയട്ടെ. അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളെ പോലെ വീട്ടിലിരിക്കുന്ന, ഇപ്പൊ എൻ്റെ വൈഫാണ് അപ്സര പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ കാടടച്ച് പറയുമ്പോൾ നമുക്ക് വിഷമം വരില്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടി അവിടെ പോകണം. അപ്പൊ ഇതുപോലെ പോയ ശരണ്യ, പിന്നെ അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകൾക്കെതിരെ അല്ലെങ്കിൽ എത്രയോ കണ്ടസ്റ്റൻസിനെതിരെ ഇത്ര ആരോപണം വന്നു. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ അഖിലെ തുറന്ന് പറയാവൂ, അതല്ലെങ്കിൽ പറയരുത്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികൾക്ക് മാത്രം ഇത് ബാധകമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ, അഖിൽ എങ്ങനെയാണ് അപ്പോൾ വിന്നറായത്? അഖിൽ എങ്ങനെയാണ് വിന്നറായത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അഖിലിന് എങ്ങനെയാണ് ചാൻസ് കിട്ടിയത്? അപ്പൊ അഖിൽ കൂടെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ആരെയാണ് ഇത് കൊണ്ടുകൊടുത്തു? വേറെ ആരെങ്കിലും കൊണ്ടുകൊടുത്തു? എനിക്ക് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസിൽ വിന്നറായി പല ആൾക്കാരും മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരുടെ വീട്ടിലുള്ള അമ്മയും ഭാര്യയും മക്കളെയും പെങ്ങളെയൊക്കെ കൊണ്ടുകൊടുത്തിട്ടാണ്. നിങ്ങൾ എന്ത് തെമ്മാടിത്തരമാണ് ആൽബിച്ചേട്ടയെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് അഖിലേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെടുത്ത് യോജിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഖിലേട്ടനെ വിമർശിക്കാം. അഖിലേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കളവാണെന്നും വേറെന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാം. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. പക്ഷേ നിങ്ങൾ ഈ ഒരു കേസിൽ എവിടെയും ഉൾപ്പെടാത്ത അഖിലേട്ടൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ, അമ്മ, കുട്ടികളെ പറ്റിയിട്ടൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഓൾറെഡി അഖിലേട്ടൻ്റെ ഭാര്യയെ പറ്റിയിട്ടും അമ്മയെ പറ്റിയിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നിലവാരം എത്രത്തോളം താഴ്ന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് അഖിലേട്ടൻ്റെ മൈനറായിട്ടുള്ള ആ 2 കുട്ടികളെ പറ്റിയിട്ട്, ആ ഒരു കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്ന ചേട്ടാ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ ഈ ഒരു നിലവാരത്തിലാണ് നിങ്ങളെ വളർത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിനുള്ള വളരെ കൃത്യമായിട്ടുള്ള മറുപടി അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പിന്നെ എന്തുകൊണ്ട് സ്ത്രീകളുടെ പേര് പറയുന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ എന്ത് പൊട്ടനാണ് ചേട്ടൻ? ഈ വാർത്തക്കകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കേസസിലൊക്കെ വിക്ടിം ആയിട്ടുള്ള ലേഡീസിന്റെ പേര് എവിടെയെങ്കിലും ചേട്ടൻ പറയുന്നതായിട്ടുണ്ട്? ഏതെങ്കിലും വാർത്തക്കകത്ത് അറ്റ്ലീസ്റ്റ് അവരുടെ ഫോട്ടോ കാണിക്കാനായിട്ട് അതൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധം വേണം ചേട്ടാ. എന്തായാലും ഇതിനൊരു മറുപടിയായിട്ട് കൃത്യമായിട്ട് അഖിലേട്ടൻ നല്ല പൂരം തെറിവിളി വിളിക്കുന്നുണ്ട്. ഞാനതിവിടെ വെക്കാം. പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം എന്താ ചോദിച്ചു? അല്ല, പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. പറഞ്ഞേ, എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. നീ അംഗം പോലത്തെ മനുഷ്യനാ. പിന്നെ അങ്ങനെ അഭിപ്രായമൊക്കെ ഉണ്ടാ? പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോടാ? അത് എടാ നിന്നെ വഴി പറയുന്നില്ലല്ലോ. എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും. എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ, എനിക്കൊരു വൈര്യമില്ലടാ മൈരേ. നീ ആദ്യം മനസ്സിലാക്കി. ഇനി ഞാൻ നിന്നോട്ടൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ നീ കേട്ടോ. ഇനി ഞാൻ ലൈവിൽ എന്താ പറഞ്ഞ നീ കേട്ടോ? ഇല്ലടാ, ഞാൻ കേൾക്കാറില്ല. കാരണം എനിക്ക് ഇമാരി ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. അന്നേരം നീ വല്ലടത്ത് കിടക്കുന്ന വലിക്ക് വിളിയേക്കാൻ പറയുന്നത് കേൾക്കണം. നീ നീ എന്റെ പെമ്മക്കളെയും ഭാര്യയും അമ്മയും ചേർത്ത് നീ പറയുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ നിന്റെ തന്തേ കിടക്കും നിന്നെ കിടക്കും നട്ടലില്ലാത്തൊരുത്തനല്ല ഞാൻ. നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ കൊലയാടി പോലെ ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവർ ഞാൻ മനസ്സിലായത്. നീ മിണ്ടാ പറയുന്നവിടെ കേൾക്കാം. നീ ആവശ്യം എനിക്ക് എന്താണ്? ആൾക്കാരെടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാൽ മതി. പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായവനെന്ന് നാട്ടുകാർ പറയുന്നവനെ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നി. നീ ഞാൻ പറയുന്ന വീഡിയോ ഞാൻ എവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? നീ നാട്ടുകാർ സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. കൊലയാളി മോനെ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പെണ്ണുങ്ങൾ കിടന്നു കൊടുത്തിട്ട് കയറുന്നു. നീ കേട്ടോ? ഓൺലൈൻ ഞാൻ ചോദിച്ചു പല ആൾക്കാർ പറയുന്ന കേട്ടിട്ടാണ് നീ ഇത്രയും നാൾ പറഞ്ഞത്.
വിളിച്ചിട്ട് എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറയാൻ നീ ആരടാ? നീ ഞാൻ പറയുന്നത് പൊന്നു സുഹൃത്തെ എനിക്ക് അയച്ചാട്ട്, നിന്റെ ഫോണിൽ നിന്ന് എനിക്ക് അയച്ചാട്ട്. എന്നിട്ട് നീ പറ. നീ റെക്കോർഡ് ചെയ്താന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നോർമൽ കോൾ ചെയ്തത്. എനിക്ക് റെക്കോർഡ് ചെയ്ത് എനിക്ക് എന്തിനാ നിന്നെ റെക്കോർഡ് ചെയ്ത്? നീ ആരാണ് നിന്റെ വിചാരം? നീ ആരോട് ഇന്ത്യ പ്രസിഡന്റോ? അല്ല നീ നീ മുമ്പ് ഈ പഠിക്കാൻ കുറെ ഊച്ചാലി ഫാൻസുകാര് നിന്നെ പൊക്കി അടക്കുന്ന ആൾക്കാര് നിന്നെ വിളിക്കണ്ടാവും. എനിക്ക് നീ ഒരു നിന്നെ പോലുമില്ല. ഒന്ന് പോടേക്കാവുന്ന നിന്നെ വന്നത്. നീ വീണ്ടും വായിച്ചു പൊളിക്കുന്നുണ്ടെങ്കിൽ എന്റെ അഡ്രസ് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ. അതേടാ ഞാൻ പലാന്തിക്ക് ഉണ്ടായാളാ നീ പറഞ്ഞല്ലോ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അഡ്രസ് അയച്ചാൽ നിനക്ക് ഒരു നട്ടലുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വാ. നീ നട്ടലുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ. എന്റെ അഡ്രസ് തിരുവനന്തപുരത്ത് പേരൂർക്കട വന്നിട്ട് നീ വിളിച്ചാൽ മതി. ഞാൻ അഡ്രസ് പറഞ്ഞുതരാം. അരമണിക്കൂർ നീ ലൊക്കേഷൻ നീ എനിക്ക് ലൊക്കേഷൻ അയക്കും. നീ പേരൂർക്കട വന്ന് വിളിക്കടാ. നീ ചെറുക്കാവുന്ന നീ തരത്തിന് പോയി കളിക്കടാ. നീ തരത്തിന് പോയി കളി. നീ തരത്തിന് പോയി കളിക്ക്. നിനക്ക് സോഷ്യൽ മീഡിയയിൽ ഊച്ചാളികളുണ്ട്. അവരുടെ അടുത്ത് പോയി കളി. നീ എന്റെ അടുത്ത് വരല്ലേ? ആ പേരുകൾ പോടെ ചെറുക്കാവുന്ന പോടാ. പോയി തരത്തിന് കളി കേട്ടോ. ഞാൻ തിരുവനന്തപുരത്തുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങോട്ട് വരാന്ന്. നീ തിരുവനന്തപുരത്ത് തൃശ്ശൂർ എവിടെയാണ്? എനിക്ക് എന്താ പോയി തരത്തിന് കളി. ആൽബിച്ചേട്ടൻ ഇപ്പോൾ തിരുപ്പതിയായി കാണുമല്ലോ. ഇപ്പം എന്തായാലും ഈ കിട്ടിയതിനൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അമ്മാതിരി വർത്തമാനമാണ് ചേട്ടൻ ആ ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചേട്ടനോട് പറയാനുള്ള കൃത്യമായിട്ടുള്ള മറുപടി അണ്ണാക്കിലടിച്ച് അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മാന്യമായിട്ടുള്ള രീതിയിൽ ഇനി എങ്ങനെ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിലായിരുന്നു. ഓക്കെ, ഇനി ഒരു വോയിസ് ക്ലിപ്പിൻ്റെ രണ്ടാം ഭാഗം കൂടെയുണ്ട്. അത് അഖിലേട്ടൻ പറയുന്നതാണ്. അപ്പം അതിലൂടെ നമുക്കൊന്ന് കേൾക്കാം. ഞാനിപ്പോ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഓഫീസിൽ ശോഭ എനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് അവിടെ വന്നിട്ട് പോയാളാണ്. ഞാൻ അവിടെ നിന്നപ്പോൾ CI എന്നോട് പറഞ്ഞത്, നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റിനും പോസ്റ്റ് ഇടുന്ന ആൾ ഉത്തരവാദിയായിരിക്കുമെന്നാണ്. നീ ഇപ്പോൾ ഈ ചാനലിൽ നടത്തിയ വിവരക്കേടുണ്ടല്ലോ, എൻ്റെ ഭാര്യയും എൻ്റെ 2 പെൺമക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം, ഇതിനെതിരെ എൻ്റെ പെൺകുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞ് നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമമുണ്ടെന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ച് നല്ല തെറിയാൻ വിളിച്ചത്. കാര്യം ആ തെറിയിലങ്ങ് തീരട്ടെന്ന് കരുതി. അല്ലെങ്കിൽ നിനക്കെതിരെ ഉണ്ടല്ലോ, നിനക്കെതിരെ ഈ വിഷയം പറഞ്ഞാൽ മതി. 2 പെൺകുട്ടികളെ അവരെ പേര് വെച്ചിട്ട് അവരെ സെക്ഷലി യൂസ് ചെയ്തെന്ന് നീ വിളിച്ചു പറഞ്ഞാണ് ഇത് കേട്ടോ. നിനക്ക് വിവരം ബോധമില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തരിക. അതുകൊണ്ട് ഈ വിഷയം നീ ഇവിടെ വിട്ടോ. പിന്നെ നിനക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു സ്ഥലത്ത് പോലും ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ കിടന്നു വന്നിട്ട് പോകുന്നവരാണെന്ന് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരുപാട് പേർ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നോട് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. അതിനെ എവിടെ നിന്നാണ് എടുത്ത് നീ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചത്? ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിട്ടു. ഞാൻ പേരൂർക്കട വന്നിട്ട് 3 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. പിന്നെ പോട്ടെ, ഞാൻ വരുന്ന അടിക്കുമ്പോഴേ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണമായിരുന്നു. ഞാൻ എവിടെയാണ് നിൻ്റെ അടുത്ത് നീ കേട്ടത്? ഞാൻ ഇങ്ങനെ പറഞ്ഞത് നീ എവിടെയാണ് കേട്ടത്? അതെനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണം. അതിനുവേണ്ടി മാത്രമാണ് നിൻ്റെ വീട്ടിലോട്ട് വരാമെന്ന് ഞാൻ വെച്ചത്. പക്ഷേ നീ ഫോൺ എടുത്തില്ല. പോട്ടെ, സാരമില്ല, ഞാൻ ഈ വിഷയം വിട്ടു. ഞാൻ നിന്നെ ഡയറക്റ്റ് വിളിച്ച് ചീത്തയ്ക്ക് ഞാൻ ഈ വിഷയം വിട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കിയെടുത്തകത്തിടാനുള്ള എല്ലാ സാധനങ്ങളും നിന്റെ വിവരക്കേട്ടിനകത്തുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക, 2 പെൺകുട്ടികൾക്കെതിരെ ആവശ്യമില്ലാതെ സംസാരിക്കുക, അമ്മയെ ചീത്ത വിളിച്ച് അമ്മയെ മോശക്കാരെയൊക്കെ ചിത്രീകരിച്ചു പറയുക. നിന്റെ 3 പേരും നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും എൻ്റെ അമ്മയും പൊതുമധ്യത്തിലേക്ക് സൈബർ ബുള്ളിങ്ങിന് വിധേയമായി. ഇത് മതി വകുപ്പിനകത്ത്. നീ അല്ലാതെ അറിയോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചോ നീ? അപ്പോൾ അഖിലേട്ടൻ്റെ മറുപടിയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം പല ആളുകളും പറയുന്നുണ്ട് അഖിലേട്ടൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും അഖിലേട്ടൻ ഇത്രയും പുള്ളിയല്ലോ, അതുപോലെ തന്നെയുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്കും എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഖിലേട്ടൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല, ഒരു ലൈവിലോ ഒരു ഇൻ്റർവ്യൂവിലോ വന്ന് പറഞ്ഞിട്ടില്ല ആൽബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ആണ് ഇതുപോലെ കൂടെ കിടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആൽബി കൂട്ടിക്കൊടുത്തു എന്നൊന്നും എവിടെ അഖിലേട്ടൻ പറഞ്ഞിട്ടില്ല. ആൽബി ചേട്ടൻ്റെ കാര്യം മാത്രമല്ല, വേറെ ഒരു കണ്ടസ്റ്റൻറ്റിനെ വേറൊരാളുടെ കാര്യം പേര് മെൻഷൻ ചെയ്ത് അഖിലേട്ടൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആൽബി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ ചേട്ടൻ ഇൻ്റർവ്യൂവിൽ നിന്ന് പറയാണ് അഖിൽ മാരാർ വിന്നർ ആയിട്ടുള്ളത് അഖിലിൻ്റെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ കൂട്ടിക്കൊടുത്തിട്ടാണോ, ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടാണോ, അമ്മയെ കൂട്ടിക്കൊടുത്തിട്ടാണോ എന്ന് പേര് മെൻഷൻ ചെയ്ത് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ മിണ്ടാതിരിക്കുന്നത്? ആൽബി ചേട്ടൻ്റെ ഭാര്യയെ പറ്റിയിട്ടൊന്നും പേര് പോയിട്ട് അതിൻ്റെ മണത്ത് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ പോലും അഖിലേട്ടൻ മിണ്ടിയിട്ടില്ല.
ഓക്കെ, അപ്പം ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധമൊന്നും നിങ്ങൾക്ക് ഇല്ലയോടെ. പിന്നെ ഇതിനെല്ലാം മറുപടിയായിട്ട് വീണ്ടും ആൽബി ചേട്ടൻ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. നമസ്കാരം. ഞാനാണ് ഈ പറഞ്ഞ അപ്സരയുടെ ഹസ്ബൻഡ്. ഞാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അത് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പുറത്തിരുന്ന് കാണുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എന്ത് പറയുമ്പോഴും അത് മൈൻഡ് ചെയ്യേണ്ട ബ്രോ, അത് വെറുതെ വിട്ടേക്ക്, അത് കേൾക്കാത്ത പോലെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എനിക്ക് കിട്ടാനുള്ള കാരണം അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് എതിരെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന, എൻ്റെ ഭാര്യയെ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന, എനിക്കും എൻ്റെ സഹോദരിമാരും വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്. അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ എന്താണ് പറയുക, കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരായി നിന്ന് കൊടുത്തിട്ടാണ് കയറിയത് എന്നാണ് അഖിൽമാരാർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. അത് പുറത്തുനിന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അപ്സരയുടെ ഹസ്ബൻഡ് ഞാൻ അപ്സര പുറത്തായെന്ന് പറയുന്നത്, അപ്സര പുറത്തായി ഞങ്ങൾ പുറത്താവട്ടെ, എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. പക്ഷേ അഖിൽമാരാർക്കെതിരെ പറയാനുള്ളത് ഞാൻ 3-4 സ്ഥലങ്ങളിൽ പറയാനുള്ള കാരണം കൃത്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഫോട്ടോയോ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സമയത്ത് അഖിൽമാരാർ പറഞ്ഞ ആ സ്ത്രീ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ കമൻ്റ് ഇടുന്നു. അത് എൻ്റെ ചേച്ചിയും എൻ്റെ റിലേറ്റീവ്സും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ് സുഹൃത്തുക്കളെ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചേട്ടൻ്റെ ഈ ഒരു ഫ്രസ്ട്രേഷൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ചേട്ടൻ ഇത്തരം ഈ സ്ക്രീൻഷോട്ട് അയച്ചു തന്ന ചേട്ടൻ്റെ ഈ ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് നേരെ ഈ ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ ഇതിൻ്റെ പുറകെ ആരൊക്കെ അപ്സരേച്ചിയുടെ പേരുകൾ പറയുന്നുണ്ട് എന്നുള്ളത് കണ്ണു നട്ടിരിക്കുകയാണ് ഇവർ. പിന്നെ ചേട്ടൻ ഇതുപോലെ ഫ്രസ്ട്രേഷൻ, ദേഷ്യങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കമൻ്റ് ഇട്ട ആളുകൾ, ഈ കാഴ്ചക്കാരുടെ പ്രശ്നമാണ്, ഇന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഇന്ന കാഴ്ചക്കാരുടെ പ്രശ്നമാണ്. അപ്പോൾ ചേട്ടന് മറുപടി പറയാനുള്ളത് അവരുടെ അടുത്താണ്. അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം മലയാള സിനിമയിൽ ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് അഖിലേട്ടൻ്റെ ലൈവിൽ തന്നെ അഖിലേട്ടൻ മറുപടികളൊക്കെ ഇതിനെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്ന് വെച്ച് ഇവിടെ നമ്മുടെ മലയാള ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ നടിമാരെല്ലാവരും, ഓക്കെ, ഇപ്പോൾ പല ആളുകളും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള പല ആളുകളുണ്ട്, ഇവരെല്ലാവരും കൂടെ കിടന്നു കൊടുത്തു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇത്തരം ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വെച്ച് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം ചേട്ടന് വേണ്ട ചേട്ടാ. അപ്പം നാളെ ഒരു ദിവസം ചേട്ടന് അഭിനയിക്കുകയാണെങ്കിൽ ഇതിലൊരു ഫിലിമിലൊരു അവസരം കിട്ടുമ്പോൾ നാളെ ആളുകൾ കമൻ്റ് ഇടുകയാണ്, നിൻ്റെ ഭാര്യ ഇതുപോലെ കാസ്റ്റിംഗ് കൗച്ചിലൂടെയൊക്കെ അല്ലേ നിൻ്റെ ഭാര്യ ഇതേപോലെ സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് ആളുകൾ അന്നും കമൻ്റ് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇതേപോലെ ഈ കമൻറ്റുകളൊക്കെ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഇതേ കുടുംബക്കാർ ചേട്ടൻ ഇതേ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ ചേട്ടൻ നേരെ ഈ സിനിമയുടെ ഡയറക്ടറെ വിളിച്ചിട്ട് തെറി വിളിക്കുമോ? അതോ ഈ പ്രേക്ഷകരെ തെറി വിളിക്കുമോ? എന്തോന്ന് ചേട്ടാ ഇത്? സ്വന്തം പെങ്ങളെ കുറിച്ച്, സ്വന്തം അമ്മയെ കുറിച്ച്, സ്വന്തം ഭാര്യയെ കുറിച്ച്, സ്വന്തം മക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അതിന്റെ വേദന എത്രയെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ് ഞാൻ. അഖിൽമാരാർ ഇത്ര വലിയ ധൈര്യശാലിയാണ്. അഖിൽമാരാർക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. സുപ്രീം കോടതിയായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന അഖിൽമാരാർ ഇങ്ങനെ 2 സ്ത്രീകൾ അവിടെ പോയി എന്ന് പരോക്ഷമായി പറയുമ്പോൾ അവിടെ പോയ 50-60 പെൺകുട്ടികളുണ്ട്. ഇവരൊക്കെ വീട്ടുകാർ അനുഭവിക്കുന്നത് ഇതേ വിഷമമാണ്. ഞാൻ അങ്ങനെ വിഷമം അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അഖിൽമാരാർക്ക് എതിരെ പറഞ്ഞത്. ഇത് ആൽബി എന്ന് പറയുന്ന വ്യക്തി പരസ്യമായി പറഞ്ഞ വാക്കാണ്. അതിൽ എനിക്ക് യാതൊരു ഖേദവുമില്ല. ഇനി ഇതിന്റെ പുറത്ത് അപ്സര ഔട്ടാവണേ അങ്ങ് ഔട്ടാവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കും. പിന്നെ വേറെ കാര്യം, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് അപ്സര ഔട്ടാവുന്ന ആരും പ്രതീക്ഷിക്കണ്ട. അപ്സര ഔട്ടാവില്ല. അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്ന, അപ്സരയെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ വോട്ട് കൊണ്ട് അപ്സര എന്തായാലും ബിഗ് ബോസിൽ നിൽക്കും. 100 ദിവസം അവിടെ ഉണ്ടാവും. നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന വോട്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ അഖിൽമാരാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇപ്പം എന്താണ് പറയുക, നമ്മൾ അറിയുന്ന വേറൊരാളുടെ അമ്മേനെയോ ഭാര്യയോ ഒരാള് പുറത്ത് സ്ത്രീകളെ കുറിച്ച് പറയാൻ പറ്റാത്ത വാക്കുകൾ, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ എത്രയോ ഓൺലൈൻ ന്യൂസുകൾ വന്നു. ഇവിടുത്തെ മലയാളം ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഏറ്റവും ടോപ്പ് പോർട്ടലുകളായിട്ടുള്ള പല ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലും അപ്സര, ശരണ്യ, ശ്രീതു തുടങ്ങിയ പെൺകുട്ടികളാണ് അഖിൽമാരാർ പറയുന്നത് പോലെ എന്നുള്ള തരത്തിൽ ഓൺലൈൻ വാർത്തകൾ ഇവരെ ഫോട്ടോ വെച്ച് വന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അമ്മയുണ്ടാവും, പെങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ വെച്ച്, നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ വെച്ച്, നിങ്ങളുടെ പെങ്ങളുടെ ഫോട്ടോ വെച്ച് അഖിൽമാരാർ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ചില ആൾക്കാരുടെ മുന്നിൽ വഴങ്ങിക്കൊടുത്ത, കൂടെ കിടന്നു കൊടുത്ത സ്ത്രീകൾ ഇവരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളുടെ പെങ്ങളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ ഫോട്ടോ വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ അപ്സരയെ പുറത്താക്കാൻ വേണ്ടി ഇന്റർവ്യൂ കൊടുക്കാനോ ഇതിനു വേണ്ടിയല്ല പോയത്. ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ നേരെ വരുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവമായിട്ട് തോന്നുള്ളൂ. പിന്നെ ഞാൻ ഇത്തിരി എന്താണ് പറയുക, ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒച്ച ഇത്തിരി കൂടുതലാണ്. പല ആൾക്കാരും പറയുന്നു
അപ്സരയെ ഔട്ടാക്കാനാണ്. അപ്സരയെ ഔട്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ. ഞാൻ ഇവിടുന്ന് ഇത്രയും ദൂരം പോയി, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ള സമയമാണ്. ഞാൻ ഇത്രയും ദൂരം പോയി എറണാകുളത്ത് പോയി ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഇന്റർവ്യൂകളിൽ സംസാരിച്ചെങ്കിൽ, അത് എനിക്ക് എൻ്റെ ഭാര്യ അത്ര ഇഷ്ടമാണ്. ഈ ലോകത്ത് ആ ഇന്റർവ്യൂ നിങ്ങൾ കേട്ടു നോക്കുക. ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ അമ്മയെയും എൻ്റെ ഭാര്യ അപ്സരയാണ്. എൻ്റെ ഈ ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്ത് എൻ്റെ ഭാര്യ അപ്സരയാണ്. അപ്സരയ്ക്കെതിരെ ഇനി മാരാരുടെ ആര് വന്ന് സംസാരിച്ചാലും അതിന് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കും. അതിന്റെ പുറത്തുണ്ടാവുന്ന എന്ത് കോൺസിക്വൻസ് എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ നേരിടാനുള്ള എന്താണ് പറയാ മാനസിക ബലം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടത്, മാരാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ 1, 2, 3 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം കൊടുത്തു തന്നെയാണ്. ഇതിന്റെ പുറത്ത് എന്ത് വിവാദമാണെങ്കിലും ഉണ്ടാവട്ടെ, അത് എനിക്ക് വിരോധമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്സര ഔട്ട് ആവില്ല എന്നത് എന്റെ വാക്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ വോട്ട് ചെയ്യുക, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്സര ഔട്ട് ആവില്ല. അപ്സര 100 ദിവസം അവിടെ നിൽക്കും. പിന്നെ ചില കാര്യങ്ങൾ ചില സമയത്ത് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം എന്റെ മനസ്സിൽ അത്രയും വിഷമമുണ്ടായ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ടുണ്ടാവുന്ന എന്ത് കാര്യങ്ങളായാലും അത് ഞാൻ ഫേസ് ചെയ്തോളാം. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ ഇത്തിരി ശബ്ദ സംസാരിച്ച് ദേഷ്യം എൻ്റെ വാക്കുകൾ ഉണ്ടെങ്കിൽ സോറി. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെങ്ങളും നമ്മുടെ അമ്മയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയാ, നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ സാധാരണ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ നമുക്ക് സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ചേട്ടൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? കാരണം അഖിലേട്ടൻ എവിടെയാണ് ചേട്ടാ വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്സരേച്ചിയാണ് ഈ രീതിയിലേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്? അങ്ങനെ എവിടെയെങ്കിലും അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അഖിലേട്ടനെതിരെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇതുവരെ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്കും അറിയാം, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം, എവിടെ അഖിലേട്ടൻ അപ്സരേച്ചിയുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. കാഴ്ചക്കാരുടെ പ്രശ്നമാണ് ഇത് ഈ രീതിയിലേക്ക് വരുത്തുന്നത്. പിന്നെ ചേട്ടൻ ഈ ഒരു ബോസിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, പല ഓൺലൈൻ മീഡിയാസും ഇവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇത് അപ്സരയാണെന്നും ഇന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളുടെ ഫോട്ടോസ് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് ആ ഓൺലൈൻ മാധ്യമത്തിനെതിരെയാണ് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലാതെ അഖിലേട്ടൻ ഒരു പൊതുവായിട്ട് ഇവിടെ എങ്ങനെ ചില സാധനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അപ്സരേച്ചിയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വാർത്തകൾ എത്തിച്ചുള്ള ആ ഒരു ഓൺലൈൻ മീഡിയാസിനെതിരെയാണ് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നാളെ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും ഇതേപോലൊരു ദുരവസ്ഥ ഉണ്ടാവരുത് എന്നൊരു ലക്ഷ്യത്തോടെ അഖിലേട്ടൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മാനസിക ബലം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ അഖിലേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വെറുതെ അലിഗേഷൻസ് മാത്രമല്ല. അപ്സരേച്ചിയുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ വീണ്ടും പറയണം, എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം അഖിലേട്ടനെതിരെയാണെങ്കിൽ ശോഭേച്ചി കൊടുത്തിട്ടുള്ള കേസൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഒരു ഓൺലൈൻ മാധ്യമത്തിനാണെങ്കിൽ കുറച്ച് ഓൺലൈൻ മീഡിയസൊക്കെ വന്നപ്പോൾ അവർക്ക് കൊടുത്തുള്ള ഒരു ബൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ ഞാനൊന്ന് കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോഴെങ്കിലും ചേട്ടന് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 8 വർഷം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത ആളാണ്. അതായത് ഇപ്പോഴൊന്നല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 8 വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പക്ഷെ ഉള്ളവരുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസിലല്ല, അതിന് മുന്നത്തെ 2 സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ അടുത്തും ഇതുപോലെ പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു. അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് അയാൾ തുറന്നു പറയുന്നില്ല. പക്ഷെ വാങ്ങിയെന്നുള്ളതും ഇവർ ചോദിച്ചതും ഒക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല, ആ പറയുന്നതിൽ സത്യമാണ്. ഇത് ഞാൻ ഒരെണ്ണം അയച്ചാണ്. ഇത് കണക്ക് മെയിലുകൾ വന്നിട്ടുണ്ട്. ഇത് എന്നോട് പറഞ്ഞതല്ല കേട്ടോ. ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാണ്. അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത്, ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കുണ്ട്, അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും, ഉണ്ടായിട്ടുള്ളവരുണ്ട്. ഇപ്പൊ ചേട്ടന് മനസ്സിലായി കാണുമല്ലോ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല ചേട്ടാ. പിന്നെ അപ്സരേച്ചിയുടെ പറ്റിയിട്ട് ചേട്ടൻ ഇതുപോലെ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, അതുകൂടെ കേൾപ്പിക്കാം. അപ്സരയുടെ ഹസ്ബൻഡ്, അപ്പൊ അപ്സര ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റുകൾക്ക്, സിനിമാ നടിമാർക്ക്, അതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷനൊന്നും ഉണ്ടാകത്തില്ല. അവരെ വിളിക്കുന്നത് ഇവരങ്ങോട്ട് ചിലപ്പം കൂടുതൽ പറയും, ഇവർ പോകണമെന്നില്ലല്ലോ. ഇപ്പം എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ നോബി, ഇപ്പോൾ നമ്മുടെ പാഷാണം ഷായി, സാജു നവോദയ, ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവൻ ആവശ്യപ്പെട്ട് വിളിക്കുന്നതാണ്. അവർക്ക് ഓഡിഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ്. അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത്. ഈവനിപ്പോൾ എന്നെപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ അത്ര ഫേസ് ഒരു ഫെമിലിയർ ഫേസ് അല്ല, ഒരു ആർട്ടിസ്റ്റ് അല്ല. നമ്മളൊരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും. അവിടാണ് ഞാൻ പറഞ്ഞത്, പുതിയ തലമുറയ്ക്ക്, അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് ലൈംലൈറ്റ് നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം? ഇവരിതിനകത്ത് വറിയിടാവേണ്ട കാര്യം എന്തോ? അപ്പോൾ ശരണ്യാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അവരെ ഓഡിഷൻ, അവരെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം. ശരണ്യ ആയിക്കോട്ടെ, അപ്സര ആയിക്കോട്ടെ, ശ്രുതിലക്ഷ്മി ആയിക്കോട്ടെ, മനീഷ ചേച്ചി, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കൊന്നും ഓഡിഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത്. പിന്നെ അപ്പോൾ ഇവരാരും വറിയിടാവത്തില്ല. ഇപ്പോൾ ആൽബിച്ചേട്ടന് മനസ്സിലായി കാണുമല്ലോ, ഇത് അപ്സരേച്ചിയെ കുറിച്ചിട്ടല്ല അഖിലേട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്.
എടാ ഇതൊക്കെ സാമാന്യ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പറയാനുള്ളത്, ചേട്ടൻ അത്രത്തോളം മാനസികമായിട്ട് വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഈ രീതിയിൽ ഇത്രത്തോളം റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡ് ഒട്ടും നിലവാരമില്ലാത്തൊരു കാര്യമാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അഖിലേട്ടൻ്റെ കുട്ടികളെ പറഞ്ഞിട്ട് അതിന് കിട്ടാനുള്ളതെല്ലാം നല്ല ഭേഷ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയും പറയാനുള്ളത്, ചേട്ടൻ ഇത്രയും സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്തു തന്നിട്ടുള്ള ആൾക്കാരില്ല, ചേട്ടൻ്റെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആളുകളുടെ അടുത്ത്, അവർക്കൊക്കെ നല്ല രീതിയിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. കാര്യം അപ്സരേച്ചയെ പറ്റിയിട്ട് ആരെങ്കിലും അവിടെ പറയുന്നുണ്ടോ ഇവിടെ പറയുന്നുണ്ടോ, നെഗറ്റീവ്സ് മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കണ്ണും തള്ളി ഇരിക്കുകയാണ്. അപ്സരേച്ചയെ പറയുന്ന നല്ല കാര്യങ്ങൾ ഇവർ ഇതുപോലെ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് ചേട്ടൻ അയച്ചു തരാറുണ്ടോ? അപ്പം നേരെ അവരുടെ അടുത്ത് ഈ ചോദ്യങ്ങളൊക്കെ നേരെ അങ്ങോട്ട് പോയി ചോദിക്കണം കേട്ടോ, അപ്പം മനസ്സിലാവും എന്താണെന്നുള്ളത്. പിന്നെ ഇത് സോഷ്യൽ മീഡിയ ആണ് ചേട്ടാ. സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പല രീതിയിലും പറയും. അഖിലേട്ടൻ ആറിനെ പേരുകൾ പറയാത്തിടത്തോളം കാലം നിങ്ങളുടെ നേരെ ആളുകൾ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾ പേടിച്ചാൽ പോരെ. ഓക്കെ, എന്തായാലും ഇത്ര മാത്രമേ പറയുള്ളൂ ആൽബി ചേട്ടാ.